പ്രൈസ് ലോർഡ്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ട്. അതിനാൽ വിശ്വസിക്കുക, കർത്താവ് നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനത്തിലൂടെ ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ അന്തരംഗത്തിൽ ദൈവം ഇന്ന് സംസാരിക്കും. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇന്നലത്തെ രാത്രിയിലത്തെയും ഇന്ന് രാവിലത്തെയും ഈ ചാനലിൽ ഇനി മുതൽ ദൈവവചന പ്രഘോഷണവും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾ കാണണം. കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി ദൈവവചനം നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ പങ്കുവെക്കാനും കൂടി ഈ ചാനൽ ഉപയോഗപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ കാണുന്നതോടൊപ്പം ഇത് അനേകർക്ക് ദൈവവചനം എത്തിക്കുന്ന ഒരു ശുശ്രൂഷ നിങ്ങളും ഏറ്റെടുക്കുക. എന്നോടൊപ്പം നിങ്ങളും പങ്കുചേരുക. ലോകം മുഴുവനും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന്, ദൈവത്തിൻ്റെ വചനം ലോകം മുഴുവനും എത്തിക്കുന്നതിന് എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യും. എന്നാൽ നിങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ദൈവവചനം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 17-ാം അധ്യായം 28-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നാം ക്രിസ്തുവിൽ ജീവിക്കുന്നു, ക്രിസ്തുവിൽ ചരിക്കുന്നു, ക്രിസ്തുവിൽ നിലനിൽക്കുന്നു എന്നതാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിനോസ് അദ്ദേഹം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിന്നെ ഞങ്ങൾ കണ്ടെത്തുന്നതുവരെ, ദൈവത്തെ കണ്ടെത്തുന്നതുവരെ എനിക്ക് വിശ്രമമില്ല. ദൈവത്തെ കണ്ടെത്തി അവനിൽ വിശ്രമിക്കുന്നതുവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. ഇന്ന് നാം പലരും അസ്വസ്ഥതയുള്ള ഒരു ഹൃദയത്തോടെയാണ് എന്നെ കേൾക്കാനിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, യുവതി യുവാക്കൾ, പ്രിയ മക്കൾ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ബോധ്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുന്നുണ്ട്. ഇന്ന് നമ്മിൽ പലരും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ നമ്മിൽ പലരും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ്. എല്ലാം കൊണ്ടും അർത്ഥശൂന്യമായ ഒരു ജീവിതം നാം നയിക്കുന്നു. ഓർക്കണം, ക്രിസ്തുവിനെ കൂടാതെ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതമില്ല. ക്രിസ്തുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ നമുക്ക് ഏറ്റവും ആവശ്യം ക്രിസ്തുവിനെയാണ്. ഇന്ന് നാം ശ്വസിക്കുന്നു, എന്നാൽ ജീവിക്കുന്നില്ല. ഇന്ന് നാം ചരിക്കുന്നു, എന്നാൽ എങ്ങും എത്തുന്നില്ല. അർത്ഥശൂന്യമായ ജീവിതം. നാം നിലനിൽക്കുന്നു, പുറമേ പൂർണ്ണത തോന്നിപ്പിക്കുന്ന രീതിയിൽ നാം നമ്മെ തന്നെ പ്രകടിപ്പിക്കുന്നു, എന്നാൽ ഉള്ളിൽ ശൂന്യത മാത്രം. ഈ രാത്രിയിൽ നാം കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് നോക്കുക. എൻ്റെ കർത്താവേ, നിന്നിൽ നിന്ന് ഞാൻ അകന്നു പോയിരിക്കുന്നു. നിങ്ങളുടെ മുൻപിൽ ഇന്ന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ലോകം, ഒന്ന് ദൈവം. ഈ ലോകത്തിൽ ലോകം നൽകുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാനും നമ്മുടെ ഹൃദയത്തെ പൂർണ്ണതയിൽ എത്തിക്കാനും നമ്മുടെ അന്തരാത്മാവിന് പൂർണ്ണത നൽകാൻ അതിന് സാധിക്കുകയില്ല. അത് പര്യാപ്തമല്ല. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യന് ജീവിതമില്ല.
ദൈവത്തിനു വേണ്ടി വാഞ്ചിക്കുന്ന ഒരു ഹൃദയമാണ് ദൈവം മനുഷ്യന് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദൈവത്തെ തന്നെ മാറ്റി നിർത്തിയുള്ള നമ്മുടെ ജീവിതം. നാം രാവിലെ എഴുന്നേൽക്കുന്നു, ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നു, നാം പ്രവർത്തന നിരതരാകുന്നു, നാം ഭക്ഷണം കഴിക്കുന്നു, നാം എല്ലാം ചെയ്യുന്നു, മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നു, വീണ്ടും ഉറങ്ങാൻ കിടക്കുന്നു. ഇത് ഒരു റെപ്പറ്റീഷനാണ്. ഓരോ ദിവസവും നാം ഇത് ആവർത്തിക്കുന്നു. എന്നാൽ രാത്രിയിൽ കിടന്നുറങ്ങാൻ മുൻപ് നമ്മുടെ ഹൃദയത്തിൽ ഒരു ശൂന്യത, അർത്ഥശൂന്യത. ജീവിതത്തിന് അർത്ഥമില്ലല്ലോ, ഞാൻ ഒത്തിരി ഓടുന്നു, എന്നാൽ എങ്ങും എത്തുന്നില്ല, എൻ്റെ ഓട്ടത്തിന് ഒരു ലക്ഷ്യമില്ല, ഞാൻ അധ്വാനിക്കുന്നു, എന്നാൽ ഫലം കാണുന്നില്ല. യാഥാർത്ഥ്യങ്ങളായ ലോകത്തിൻ്റെ പലതും എനിക്കുണ്ട്, എന്നാൽ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ, എൻ്റെ അന്തരാത്മാവിനെ സന്തോഷിപ്പിക്കാൻ ഇവയ്ക്കൊന്നും സാധിക്കുന്നില്ല. ഇന്ന് എനിക്കാവശ്യം എൻ്റെ ക്രിസ്തുവിനെയാണ്, യേശു ക്രിസ്തുവിനെയാണ്, ജീവനാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട്. ക്രിസ്തു വിദൂരത്തുള്ള ഒരാളല്ല. നാം കാത്തിരിക്കാനായി. ഉദാഹരണത്തിന്, ഒരു മത്സ്യം നീന്തുന്നുണ്ട്, എന്നാൽ വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്നുണ്ട്, വെള്ളത്തിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ അവസ്ഥ. നാം ജീവിക്കുന്നുണ്ട്, എന്നാൽ ദൈവത്തിനു വേണ്ടി നാം കാത്തിരിക്കുന്നു. ദൈവത്തിൽ ആണ് നാം ജീവിക്കുന്നത് എന്ന അവബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. ഇന്ന് നാം നിൽക്കുന്നിടത്തുള്ള ആ മണ്ണ്, അതിൽ ദൈവമുണ്ട്. നമ്മുടെ ശ്വാസത്തിൽ ദൈവമുണ്ട്. നമ്മുടെ ശബ്ദത്തിൻ്റെ ഉള്ളിലുള്ള നിശബ്ദതയിൽ ദൈവമുണ്ട്. ഈ ദൈവത്തെ തിരിച്ചറിയുക. ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാം, കർത്താവേ, ഞാൻ നിന്നെ തേടി നടക്കുന്നില്ല, നീ എന്നിലുണ്ട് എന്ന അവബോധം ഇന്ന് രാത്രിയിൽ എന്നിൽ നിക്ഷേപിക്കണമേ. വിശുദ്ധ കത്തോലിക്ക സഭയുടെ മതഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനായുള്ള ആഗ്രഹം, ദൈവത്തിനു വേണ്ടിയുള്ള ആഗ്രഹം മനുഷ്യ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് മറ്റ് ശ്രേഷ്ഠ വസ്തുക്കൾക്കൊന്നും തന്നെ നമ്മെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. ക്രിസ്തുവിനെ കൂടാതെ മനുഷ്യന് ഒരു ജീവിതമില്ല. ജീവനായ ക്രിസ്തു, ഞാൻ ജീവനും പുനരുത്ഥാനവുമാണ്, ഞാൻ ജീവിക്കുന്ന ദൈവമാണ്. ആ ജീവനെ മാറ്റി നിർത്തി മനുഷ്യൻ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം എത്ര ഫലവത്താകും എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇന്ന് മനുഷ്യന് ദൈവത്തെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് ഈ ലോകം തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. നമ്മുടെ ജീവിതത്തിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എങ്ങും സമാധാനമില്ല, സന്തോഷമില്ല, സംതൃപ്തിയില്ല. എല്ലാം ചെയ്യുന്നുണ്ട്, ഒത്തിരി സന്തോഷത്തിൻ്റെ കാരണങ്ങളെല്ലാം ഉണ്ട്. അവസാനം എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. കർത്താവ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കാനല്ല, ജീവിതം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാനാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്നതിന്, ക്രിസ്തുവിൽ ചരിക്കുന്നതിന്, ക്രിസ്തുവിൽ ലക്ഷ്യം കാണുന്നതിന്, ക്രിസ്തുവിൽ നാം വേരൂന്നി ജീവിക്കുന്നതിനു വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഇന്ന് നാം ജീവിക്കണം. ക്രിസ്തുവിൻ്റെ അസ്തിത്വത്തിൽ നാം അസ്തിത്വം കണ്ടെത്തണം. ക്രിസ്തുവിനായി ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവന് ഇഷ്ടപ്പെട്ടതെല്ലാം ക്രിസ്തു നൽകും. എന്നാൽ മറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്തോറും, പാപം വഴി ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്തോറും അവന് പ്രിയപ്പെട്ടതെല്ലാം അവനിൽ നിന്ന് മാറ്റപ്പെടും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരികെ വരുമ്പോൾ ലോക സുഖ സൗകര്യങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ കണ്ടുകൊണ്ട് ഇതിനുമപ്പുറമുള്ള എന്തോ ഒന്ന് എനിക്ക് വേണം, ഇതിനുമപ്പുറമുള്ള ലോകത്തിന് തരാൻ കഴിയാത്ത ഒരു സന്തോഷം, ഈ ലോകത്തിന് തരാൻ കഴിയാത്ത ഒരു സൗന്ദര്യം, ഒരു സമാധാനം, ഒരു സ്നേഹം, ഒരു അംഗീകാരം, ഒരു പദവി എൻ്റെ ക്രിസ്തുവിൽ ഞാൻ കണ്ടാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നാം കണ്ടെത്തിയിരിക്കുന്നു. ക്രിസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തി അവനിൽ വിശ്രമം കൊള്ളുന്ന നമുക്ക് ജീവിതം ഒരിക്കലും ഒരു പരാജയമാവുകയില്ല. ഇന്ന് നാം കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ആത്മശോധന ചെയ്യാം.
എൻ്റെ ഹൃദയം ദൈവത്തെ മാറ്റി നിർത്തി ദൈവത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു ഹൃദയമാണോ? ദൈവത്തെ അകറ്റി നിർത്തി ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? എൻ്റെ ക്രിസ്തുവിനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു, എത്രമാത്രം ആ സ്നേഹത്തിൽ വേരൂന്നിയിരിക്കുന്നു. ഈ ലോകം നൽകുന്ന സന്തോഷവും സമാധാനവും അംഗീകാരവും ഒരു ദിവസം അത് നിൽക്കും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ശൂന്യതയും ദുഃഖവും ദേഷ്യവും കോപവും ശത്രുതയും നീരസവും എല്ലാം ഉണ്ടാകും. എന്നാൽ ഈ ലോകം നൽകുന്നതിനും അപ്പുറമാണ് ക്രിസ്തു നൽകുന്ന സമാധാനവും സന്തോഷവും നിത്യജീവനും. അതിനാൽ ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു ജീവിതം, ക്രിസ്തുവിൽ അധിക്ഷിപ്തമായ ഒരു ജീവിതം നമുക്ക് സ്വന്തമാക്കാൻ, നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എനിക്കെൻ്റെ ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല, എൻ്റെ ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഇത് ദൈവത്തിലുള്ള എൻ്റെ ജീവൻ, ദൈവസ്നേഹത്തിലുള്ള എൻ്റെ ജീവൻ ദൈനംദിന ജീവിതത്തിൽ എനിക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന ബോധ്യത്തോടെ നാം ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എല്ലാ കാര്യങ്ങൾക്കും ദൈവവും ഒന്നാം സ്ഥാനം നൽകും. നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, മക്കൾ തമ്മിലുള്ള വഴക്ക് പ്രശ്നങ്ങൾ, ദമ്പതിമാർ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വർഷങ്ങളായി അവർ ഒന്നിച്ച് മുഖത്തോട് മുഖം നോക്കാതെ ജീവിക്കുന്നവരുണ്ട്. ഞാനൊരു വ്യക്തിയെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ, പ്രായമായ ഒരു വ്യക്തി, ആ സ്ത്രീ എന്നോട് പറഞ്ഞത്, 20 വർഷമായി ഞാനും എൻ്റെ ഭർത്താവും ഒന്നിച്ച് കാണുന്നത്, ഒന്നിച്ചിരിക്കുന്നത്, ഒന്നിച്ച് സംസാരിക്കുന്നത്. 20 വർഷമായി അവർ ഒരേ കുടക്കീഴിൽ, പക്ഷേ അവർ തമ്മിൽ നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ചിരിക്കുന്നില്ല. എൻ്റെ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ തിരികെ പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, സിസ്റ്റർ ട്രീസ, 20 വർഷമായി എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഇന്ന് അദ്ദേഹം വന്ന് എന്നോട് ചോദിച്ചു, ഞാൻ ഈ മുറിയിൽ കിടന്നോട്ടെ. ആ ഭാര്യ പറഞ്ഞു, ആരും തടഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ മുറിയിൽ വരാം. ഇന്ന് ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതം? ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്നവരായി മാറുകയല്ലേ നാം? ആത്മശോധന ചെയ്യാം. ദൈവത്തെ കൂടാതെ മനുഷ്യന് ഒരു ജീവിതമില്ല. ദൈവത്തെ മാറ്റി നിർത്തരുത്. നമുക്കെല്ലാം ആവശ്യമാണ്. നമുക്ക് പണം ആവശ്യമാണ്, ബന്ധങ്ങൾ ആവശ്യമാണ്, വിജയം ആവശ്യമാണ്, ആരോഗ്യം ആവശ്യമാണ്. ഇന്ന് ഇതെല്ലാം ക്രിസ്തുവിൽ കണ്ടെത്താൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തി. അതിനാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ആത്മശോധന ചെയ്യാം. ഇപ്പോൾ നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങളും ഒരു വശത്തേക്ക് മാറ്റുക. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ആത്മബന്ധം ഇതൊന്ന് പരിശോധിക്കുക. എൻ്റെ ക്രിസ്തുവിലാണോ ഞാൻ ജീവിക്കുന്നത്, ഞാൻ ചരിക്കുന്നത്, ഞാൻ നിലനിൽക്കുന്നത്? എൻ്റെ അസ്തിത്വം, എൻ്റെ സത്ത, എൻ്റെ ജീവൻ, ഇവ എൻ്റെ ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ കൂടാതെ ഞാൻ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിനെ കൂടാതെ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ആ നേട്ടങ്ങൾ നമ്മിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുൻപ് നാം ക്രിസ്തുവിലേക്ക് തിരികെ വരിക. ക്രിസ്തുവിനെ കണ്ടെത്തുന്നവൻ ജീവിതത്തിൽ സകലതും കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, കർത്താവേ, ഞാൻ നിന്നിൽ നിന്നും ഓടിയകന്ന നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ തിരികെ വരുന്നു. കർത്താവേ, നിന്നിലേക്ക് ഞാൻ തിരികെ വരുന്നു. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ എൻ്റെ അടുത്തുണ്ട് എന്ന ഒരു അവബോധം ഇന്നെൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമുക്ക് ഏറ്റുപറയാം. ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് എൻ്റെ ദൈവവുമായുള്ള എൻ്റെ ആത്മബന്ധം എവിടെയാണ് അറ്റുപോയിരിക്കുന്നത് നോക്കാം. എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം എൻ്റെ ജീവിതത്തിൽ നൽകാം. ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും. നമ്മിൽ നിന്ന് അകന്നു പോയവർ നമ്മിലേക്ക് തിരികെ വരും. നമുക്ക് നഷ്ടമായതെല്ലാം നമുക്ക് തിരികെ കിട്ടും. ഇന്ന് നാം ദുഃഖിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നാളെ നിങ്ങൾ സന്തോഷിക്കും. ദൈവത്തെ കണ്ടെത്തുന്നവൻ എല്ലാത്തിലും സന്തോഷിക്കും.
അതിനാൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നാളത്തെ നിങ്ങളുടെ അത്യാവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവായ ദൈവമേ, എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, എന്നെ കേൾക്കുന്ന വയോവൃദ്ധരെ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും, എന്നെ കേൾക്കുന്ന ദൈവ ശുശ്രൂഷകരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്നോളം നിന്നെ മാറ്റി നിർത്തിയുള്ള ഒരു ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിൽ എനിക്ക് നഷ്ടമായത് എൻ്റെ സന്തോഷമാണ്, സമാധാനമാണ്. ഞാൻ പൂർണ്ണതയാണ് എന്ന് ഞാൻ ചിന്തിച്ചു, എങ്കിലും ഉള്ളിൽ നിറയെ ശൂന്യതയായിരുന്നു. കർത്താവേ, നിന്നെ കൂടാതെ ഒരു ജീവിതം എനിക്കില്ല എന്ന് ഈ രാത്രിയിൽ എനിക്ക് മനസ്സിലായി. അതിനാൽ ഇന്നു മുതൽ, ഈ രാത്രി മുതൽ നിന്നെ മാറ്റി നിർത്തി നിന്നെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായല്ല ഞാൻ മാറുന്നത്. എന്നാൽ തികച്ചും കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ കണ്ടെത്താൻ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശ്വാസത്തിൽ, എൻ്റെ ശബ്ദത്തിൻ്റെ ഉള്ളിലുള്ള നിശബ്ദതയിൽ, എൻ്റെ അന്തരംഗത്തിൽ മുഴുവൻ എൻ്റെ ക്രിസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തി കഴിയാൻ ഇന്നു മുതൽ എന്നെ സഹായിക്കണമേ. കർത്താവെ, ക്രിസ്തുവിനെ കണ്ടെത്തിയവർ സമാധാനം കണ്ടെത്തിയിരിക്കുന്നു. ക്രിസ്തുവിനെ കണ്ടെത്തിയവർ പൂർണ്ണത കണ്ടെത്തിയിരിക്കുന്നു, ജീവിതത്തിന് അർത്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഈ രാത്രിയിൽ ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ എന്നെ ഭാരപ്പെടുത്തുന്ന എൻ്റെ പ്രശ്നങ്ങളെ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയെ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, പരാധീനതകളെ, മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ, എൻ്റെ വീടില്ലായ്മയെ, എൻ്റെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയെ ഈ രാത്രിയിൽ കർത്താവെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങളെ, രോഗാവസ്ഥയെ, ദുഃഖവും ദുരിതവും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരെ അലട്ടുന്ന ഭയവും നിരാശയും സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവെ, നിന്നെ കണ്ടെത്താൻ എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ. എല്ലാം നിന്നിൽ നിക്ഷിപ്തമാക്കി ഞങ്ങളെ നീ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ സുഖമായ ഒരു ഉറക്കം നൽകി നാളത്തെ രാവിലെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രതിഫലനത്തിൽ ജീവിക്കാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ. ക്രിസ്തുവിൽ ഞങ്ങളുടെ അസ്തിത്വം ഉറപ്പിക്കുവാൻ, ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നതിനും ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുന്നതിനും, എൻ്റെ ക്രിസ്തുവിൽ എൻ്റെ ജീവിതം പൂർണ്ണമാക്കപ്പെടുന്നതിനും എന്നെ വീണ്ടും ആയുസ്സും ആരോഗ്യവും നൽകി നാളെ അതിരാവിലെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഭയപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും നിന്റെ സാന്നിധ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലെ ഓരോ നിയോഗവും, ഓരോ ആവശ്യത്തിലും ഇന്ന് രാത്രിയിൽ കർത്താവെ നീ ഇടപെട്ട് ഇവർക്ക് സന്തോഷം നൽകി, സൗഖ്യം നൽകി, സമാധാനം നൽകി, പൂർണ്ണത നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ ഏറ്റെടുത്ത് നല്ലൊരു പ്രഭാതം നാളെ കാണാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു ദിവസമായി നാളത്തെ ദിവസം മാറുന്നതിന് ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.
നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. അതുവരെ സർവശക്തനായ ദൈവം പ്രത്യേകമായി നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.